അപ്പോൾ ഗെയ്സ് കുറച്ച് ദിവസമായിട്ട് മൈൻക്രാഫ്റ്റ് ഒന്നും ഇടാൻ പറ്റിയിരുന്നില്ല. കാരണം മൈൻക്രാഫ്റ്റ് പോയി കിടക്കിയിരുന്നു. അത് ശരിയാക്കി കളിക്കുന്ന ഫസ്റ്റ് ദിവസം ഇന്നാണ്. ഇതെന്താണിത്? ഓക്കെ, ഞാൻ എക്സൈറ്റഡ് ആണ്. ഓക്കെ, ഞാൻ കളി തുടങ്ങിയിട്ട് നിങ്ങളെ വിളിക്കാം. ഓക്കെ, അപ്പം ഗെയ്സ് നമ്മൾക്ക് വിശക്കുണ്ട്. ഞാൻ ഫസ്റ്റ് വന്നിറങ്ങിയപ്പോൾ തന്നെ വീണിട്ട് ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മളെ ലൈഫ് ഒന്ന് പറഞ്ഞിട്ടുണ്ട് ചെറുതായിട്ട്. ഓക്കെ, സെറ്റ്. നമുക്ക് ഇവിടുത്തെ ഇതൊക്കെയാണെന്ന് പറയാം. എന്നിട്ട് നമുക്ക് ഈ വില്ലേജ് ഒന്ന് തൊറ്റേക്ക് ഇറങ്ങിയിട്ട് വരാം. ഈ വില്ലേജിൽ ഈ കേവ് ഉണ്ട് കേട്ടോ. ഈ കേവുള്ള വില്ലേജിൽ അയൺ ഗെയ്സ് നമുക്ക് ഈ ചെറിയ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് അയൺ എടുക്കാൻ പോകണം. ആദ്യം നമുക്ക് വുഡ് കളക്ട് ചെയ്യാം. ഓക്കെ, വുഡ് കളക്ട് ചെയ്യുമ്പോൾ തിരിയേണ്ടി വരും. എന്തായാലും നിന്ന് നമ്മളെ വിശപ്പുള്ളു തീർക്കട്ടെ. അഞ്ഞ് നമുക്ക് വുഡ് കളക്ട് ചെയ്യാം. വുഡ് കളക്ട് ചെയ്യാണ്. ഓക്കെ, ഒക്കെ സെറ്റ് ആയിക്കണം. നമ്മളെ കഴിഞ്ഞ അതിൽ മൈൻക്രാഫ്റ്റിൽ മറ്റേ കുതിരനൊക്കെ നമ്മൾ ഉണ്ടായിരുന്നില്ലേ. നമ്മളപ്പോൾ ആ കുതിരയൊക്കെ ഉണ്ടായിരുന്നു. ഇത് നല്ല രസമുള്ളൊരു സ്ഥലം കേട്ടോ. എൻ്റെ പൊന്നൊരു കുളം പോലെ സ്ഥലം. ഇതെന്താണിത്? ഇനി നമുക്ക് വടി ഉണ്ടാക്കണം. വടി ഉണ്ടാക്കിയതിന് ശേഷം ആദ്യം നമുക്ക് ഇത് സെറ്റാക്കണം. വുഡൊക്കെ കളക്ട് ചെയ്യണം. ഒക്കെ സെറ്റ്. ഇനി ഇതവിടെ നിന്നുണ്ട് കളക്ട് ചെയ്യുക. വുഡൊക്കെ കളക്ട് ചെയ്യണം. എന്തായാലും വുഡ് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എത്ര വുഡായിപ്പോൾ? 10 വുഡായി. 10 വുഡ് മതി. നമുക്ക് അടുത്ത സ്റ്റോറൊക്കെ വരാനുള്ള. ഇനി വുഡ് എടുത്ത് ഇതാക്കുക. ഓക്കെ, ഇതൊന്നും ഉണ്ടാക്കുക. അപ്പം എത്ര ഇത് ഞങ്ങൾക്ക് ഓടി വരാം. നമുക്ക് വേണ്ട ഒരു വില്ലേജ് കളക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ വില്ലേജിലാണ് ഇരിക്കാൻ പോകുന്നത്. ഇനി ഇതൊന്നും ഉണ്ടാക്കുക. ഇത് മാത്രം ഉണ്ടാക്കിയാൽ മതി. ഇനി നമുക്ക് കല്ലെടുക്കുക. കല്ലായിട്ട് പോയിട്ട് അയൺ വെട്ടണം. അയ്യോ, എടുക്കണ്ട. ആദ്യം നമുക്ക് ഇവിടെ ഉള്ളതൊക്കെ എടുക്കാം. ഇനി നമുക്ക് കല്ല് വേണം. അധികം കുറച്ച് കല്ല് വേണം. അപ്പോൾ കല്ല് കളക്ട് ചെയ്തിട്ട് വിളിക്കാം ഞങ്ങളെ. ഓക്കെ, വേണ്ട നമുക്ക് കളിക്കാം. ഓക്കെ, എന്തായാലും നമുക്ക് കല്ല് കളക്ട് ചെയ്യണം. കല്ല് സ്റ്റോൺ കളക്ട് ചെയ്തിട്ട് വേണം നമുക്ക് ഇത് സെറ്റാക്കാം. നമ്മളെ സാധനങ്ങളൊക്കെ അപ്ഗ്രേഡ് ചെയ്യാം. ഇനി നമുക്ക് നേരെ ഓടി വരിക. ഇവിടെ വരിക. അതിന് ശേഷം നമ്മളൊരു ഫുട്ബോളിൻ്റെ വീഡിയോ ഇട്ടിരുന്നു. അതല്ല വൈറലായിട്ടില്ല. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട്. ഇനി നമുക്ക് കല്ലായിട്ടുള്ള ആയുധങ്ങൾ ഉണ്ടാകാം. ഫസ്റ്റ് വണ്ണിത്ത്, സെക്കൻഡ് വണ്ണ് കത്തി, ഇതും ഒന്ന്. ഇത്രയും ഉണ്ടാക്കിയതിന് ശേഷം ഇതെടുക്കുക. അതിന് ശേഷം ഓടി വരിക. കേവിൽ ഇറങ്ങുക. കേവിൽ ഇറങ്ങിയിട്ട് ആ എണ്ണ അങ്ങോട്ട് എടുക്കാം. നമുക്ക് ആ എണ്ണ എൻ്റെ പേരിലാകണം. എന്നിട്ട് ഇതങ്ങനെ ഇങ്ങനെയാണ്ട് പോയിക്കുക. ഇവിടെ തന്നെയാണ്. ഇനി കല്ലൊഴിക്കുക. ഇങ്ങനെ ചെയ്യാൻ അയൺ എടുക്കുക. 2 അയണായിട്ട് 2 അയണേ ഉള്ളൂ. എല്ലാത്ത ജാതി.
ആ ആ ഓക്കെ. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ എത്തി ഇനി നമുക്ക് സാൻഡ് ഇടുക, സാൻഡ് മിക്സിടുക. കേവിൻ്റെ ഉള്ളിലേക്ക് പോണ്ടെന്നാണ് ഇപ്പം എൻ്റെ മനസ്സ് പറയുന്നത്. ഇതല്ല സാധനം കേട്ടോ. ഓക്കെ, സെറ്റ്. അതും കിട്ടി. ഇതെവിടേക്ക് എത്തുക? ഈ സ്ഥലമാണ് നമ്മളെ മൈനിങ്ങിൻ്റെ സെറ്റപ്പ്. ഓക്കെ, ഞാൻ നമുക്ക് ഇറങ്ങി പോവാം. ഓക്കെ, ഈ കേവിൽ പ്രത്യേകിച്ചിട്ടൊന്നും കാണാനുണ്ട്. ക്രീപ്പറുണ്ട്, കേസ് ക്രീപ്പറുണ്ട്, സോംബി അല്ല പഠിച്ചോരെ. ഓടിക്കോ വൃത്തിയായിട്ട്. ഇത് നല്ലൊരു സെറ്റപ്പ്. മാൻ, ലാവ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഡയമണ്ട് ഉണ്ടടാ. അടിക്കൊക്കെ നമുക്ക് പോണട്ടാ. അയ്യോ ചത്ര എടാ, വല്ലാത്ത ജാതി. ഇതെവിടെ എടാ? ഇനി എന്തായാലും നമുക്ക് വില്ലേജ് കണ്ടുപിടിക്കണം. നമ്മളാ വില്ലേജ് കണ്ടുപിടിക്കണം. ആ വില്ലേജിലേക്ക് എത്താൻ കുറച്ച് ടൈം എടുക്കും തോന്നുന്നുണ്ട്. എന്തായാലും ഞാൻ വില്ലേജിൽ എത്തിയിട്ട് നമുക്ക് കാണാമോ. ഗേസ്, നമ്മളവിടെ നിന്ന് കയറി ഇവിടെ വന്നിരുന്ന്. കാരണം നമ്മൾ ഒരു ഘട്ടം ചത്തിട്ടുണ്ടായിരുന്നു. അത് ഇതിൽ കണ്ടാവോ. നമ്മളെ കൊല്ലാൻ വരികയായിരുന്നു മറ്റവരൊക്കെ, ക്രീപ്പറൊക്കെ. നമ്മളിവിടെ കുനിഞ്ഞിരുന്ന് അടുത്ത്. ഓ മാൻ, അല്ല അടിച്ചോനെ. ഇതേപോലത്തെ ടീംസ് ചെയ്ത് വന്നിരുന്നു. അല്ല അടിച്ചോനെ. ഓ അടിയിട്ട് മോനെ ഓടിക്കോ. ഓ ചത്ത് മോനെ. എൻ്റെ പൊന്നോ, എന്തൊരു കഷ്ടാണ്ടത്. ഇല്ലാത്ത കഷ്ടമായി പോയി. ഞാൻ ഇവിടൊക്കെ ഉണ്ടേ വഴി. പോരാ. ഓടിക്കോ. ഏയ് ഓടി. ഇതൊക്കെ എളിയ സോംബി. നമ്മളാ മലേൻ്റെ മുകളിൽ നിന്നാട്ടോ വീണ്. ആ മലേൻ്റെ മുകളിൽ ഇനി നമുക്ക് ഇങ്ങനെ പോകണം. അടുത്ത പാർട്ടിയിൽ എന്തായാലും നമ്മൾ എന്തെങ്കിലുമൊക്കെ കാണിക്കും. എന്താവുന്നൊന്നും അറിയില്ല. എൻ്റെ പൊന്നോ, രാവിലെ ആയി കഴിഞ്ഞാൽ സന്തോഷമായി. മോളിൽ നിന്നൊക്കെ ഇറങ്ങി വരുന്നുണ്ട് കേട്ടാ. എൻ്റെ പിന്നാലെ ഉണ്ട് തോന്നുന്നു ബാക്കിയുള്ളവരൊക്കെ. ഇത് വരുന്നുണ്ട്. എൻ്റെ ബാക്കിൽ തന്നെ ഉണ്ട്. ഇനി രാവിലെ ആയി കഴിഞ്ഞവരൊക്കെ പൊരിഞ്ഞ് ചത്തോളും. ഇങ്ങോട്ട് വാടാ നീ. മരമില്ലാത്തോടത്തേക്ക് പോകണം. ഓ അടുത്ത കുത്തി അമ്പ് കുത്തുണ്ട്. ഓക്കെ, ഇപ്പം ചാവും മുത്തേ. നിങ്ങളെ കാര്യത്തിൽ ഒരു തീരുമാനം. രാവിലെ ആയില്ലേ? ചത്ത് ചാവണ. നിങ്ങളെല്ലാവരും ചാവടാ. ഇപ്പം ചാവും വരും. ചാവും ഇപ്പം നിങ്ങൾ കത്തി ചാവണേക്ക് കാണണം. അത്രയേ ഉള്ളൂ. ചത്ത് അത്രയേ ഉള്ളൂ. ഏത് ആ സ്കെൽട്ടൻ ചത്തില്ലേ? സ്കെൽട്ടൻ അവിടെ പോയി. നമുക്ക് വിശക്കുണ്ട്. നമുക്ക്
അടി പോയിട്ട് ഫുഡ് കഴിക്കാം. അയ്യോ ഓക്കെ സെറ്റ്. അടി പോയിട്ട് ഫുഡ് കഴിക്കണം. ഓ തണ്ണിമത്തൻ കിട്ടി. തണ്ണിമത്തേ ഓ എൻ്റെ കുഞ്ഞത് നല്ല രസമുള്ള ഫോറസ്റ്റായി. എനിക്കെല്ലാം ഇഷ്ടപ്പെട്ട്. കഴിഞ്ഞ വട്ടം നമ്മൾ കുറച്ച് പോയപ്പോഴത്തേക്ക് വില്ലേജ് കണ്ട്. ഈ വട്ടം വില്ലേജ് ഒന്നും കാണാൻ ഇവിടെ അടുത്തൊന്നും കാണാൻ. ഹായ് കുറേ കിട്ടി അന്നത്തെ. നമുക്ക് തിന്നാം. ഓക്കെ 3 തണ്ണിമത്തൻ തീർന്ന്. ഓ ഈ പാണ്ട നമുക്ക് വെറുതെ പാണ്ടനെ ദേഷ്യം പിടിപ്പിക്കാം. ഓ ഏതാ മോനെ പാണ്ട അടിക്കാൻ പറ്റില്ല. അടിക്കാൻ പറ്റുമോ? പാണ്ടനെ ഫ്രണ്ട് നമുക്ക് മറ്റേ കരിമ്പ് കൊടുത്താൽ പോരെ. കരിമ്പ് എവിടെ ഇപ്പം ഉണ്ടാവുക എനിക്കറിയില്ല. വല്ലാത്ത കഷ്ടമായി പോയി ഗൈസ്. അടുത്ത രാത്രി ആകുമ്പോഴത്തേനും നമുക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റണം. ഞാൻ ചാടി ഫോടെ പോയ അവിടെ കാണാൻ. ഓക്കെ പോരട്ടെ. തത്തൊക്കെ അവിടെ ഉണ്ട്. ഓക്കെ ഇവിടെ ഒരു പാണ്ടുണ്ട്. ആ പാണ്ട അങ്ങോട്ട് പോകില്ലെന്ന് പ്രതീക്ഷിക്കാം. ആ പാണ്ട പോണേനൊക്കെ മുന്നേ നമുക്ക് ആ മറ്റേ ഇതെടുക്കണം. ബാമ്പു എടുത്തതിന് ശേഷം ബാമ്പു എടുക്കുക. എന്നതിന് ശേഷം പാണ്ടയ്ക്ക് ഇച്ചിരി ബാമ്പു കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ഒന്നും പാടി പൊളയ്ക്കുക. എന്നതിന് ശേഷം നമുക്ക് ആ പാണ്ടനെ ഒന്ന് ഫ്രണ്ടാക്കാം. പാണ്ട അവിടെ അതാക്കുന്നു. നമുക്ക് പാണ്ടനെ ഒന്ന് ഫ്രണ്ടാക്കാം. പാണ്ടയ്ക്ക് കുറച്ച് കരിമ്പ് ഫീഡ് കൊടുത്ത് ഇതാ തിന്നുന്നു കേട്ടാ. തിന്നേട്. ഓക്കെ വാ എന്നാ വീട്. അത്ര വേഗമൊന്നും ചെയ്യാൻ പറ്റൂല. അതെന്താടേ അത്? എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് കാണട്ടെ ഗൈസ്. എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. എല്ലാം 2 മിനിറ്റ് കൂടി ഉണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഓടിപ്പോയിട്ട് അടുത്ത വീഡിയോ വരുമ്പോൾ തന്നെ നമ്മളൊരു വില്ലേജിലാവും. ഉറപ്പാണ് ഗൈസ്. വില്ലേജിലായാൽ മതിയായിരുന്നു. വില്ലേജിലാവും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഇതെന്താ പശുവാ മാനാ ആവോ? രണ്ടിലേതോ ഒന്ന്. എവിടെ ഇതാണ് മറ്റേ കിളീൻ്റെ ശരിക്കത്തെ സാധനം. എന്തായാലും നമുക്ക് ഓടിപ്പോവാം. സാധനം കിട്ടാനില്ലേ മേൻ? എന്തൊരു കഷ്ടണ്ടാ. എല്ലാത്ത ജാതിയായിപ്പോയി. അയ്യോ വെള്ളത്തിൻ്റെ അടിയിലേക്കൊക്കെ പോയി. എന്തേത് ഗൈസ് അവർ ഒക്കെപ്പാടി വന്നിട്ട് പാണ്ടേനെ ഒന്നിനെ കഴിക്കൊണ്ട് ഇത് നല്ലതാണ്. പാണ്ട വായോ വരുമോന്? അതാ പോയി. ഓൻ വരൂല. ഓന് നമ്മളെ ഇഷ്ടപ്പെട്ടില്ല. അയ്യോ
ഓക്കെ നമ്മൾ വെള്ളത്തിൻ്റെ അടിയിലേത് ഇപ്പം കയറി ഇനി നമ്മൾ പോയി ഇത് 1 ഫോറസ്റ്റാണ് ഗൈസ്. ഇവിടെ നിന്നൊക്കെ രാത്രി ആയി കഴിഞ്ഞാൽ ഈ മരം വെട്ടിയിട്ട് ആ മരത്തിൻ്റെ ഉള്ളിലെങ്കിലും നിൽക്കാം. ഈ 4 തടിയുള്ള മരം ഈ മരത്തിൻ്റെ ഉള്ളിലൊക്കെ പോയി നിൽക്കുക. നേരെ ആണെങ്കിലും പോടും. പിന്നെ ഇത് തിന്നലാണ് ഇഷ്ടപ്പെടുന്നത്. ഇത് എത്ര നേരം ഓടിയെന്ന് അറിയോ? നിന്ന് നിൽക്കാം. ഓക്കെ, ഒന്നാമത്തെ നിന്ന് അവിടെ ഒരു റിവർ ഉള്ള പോലെ തോന്നുന്നുണ്ട്. ഉണ്ട്. ഓ മാൻ, ഇതായിരുന്നറ ഞാൻ കണ്ടേ. എല്ലാ യേസ് റിവറിലെത്തിയിട്ട് എന്താ കാര്യം? ചേടാ, എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമ്മൾ കളിക്കാൻ വരും. അടുത്ത വീഡിയോയിൽ നമ്മൾ ഇവിടെ ആവും, വില്ലേജിലെത്തിയിട്ട് കാണാം അടുത്ത വീഡിയോയിൽ. ഓക്കെ.